സ്വരാജ്യ സ്നേഹം വേണ്ടതാണ് ഏവനും. ഈമാന്റെ പൂർണ്ണത അപ്പോഴാണ് മനുഷ്യനും. ഹുബ്ബുൽ വതൻ വിശ്വാസമിൽ ഉൾപ്പെട്ടതാ എന്നുള്ളതും നബി വചനമിൽ കാണുന്നതാ. സൃഷ്ടിക്കുവാൻ മണ്ണേതു സ്ഥലമിൽ നിന്ന അവസാനം അതിലവൻ ചെന്നടങ്ങണമെന്ന പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നിത്. സൂറത്ത് താഹ നോക്കിയാൽ കാണാമിത്. നബിയെ പടച്ചത് മണ്ണ് മക്കയിൽ നിന്ന അടക്കം മദീനയിലായതും എന്തിന്ന? തൂഫാന്റെ കാലം മണ്ണൊലിപ്പിൽ പെട്ടുപോയി മദീന ഭാഗമിൽ വന്നുറച്ച് നിലച്ചു പോയി. അതുകൊണ്ട് നബിയുടെ ഖബറും അവിടായി വന്നു എന്നുള്ള വിവരം ഹലബി ഒന്നിൽ വന്നു. സ്വരാജ്യ സ്നേഹം വോട്ടിനല്ല വേണ്ടത്, അതുപോലെ പാർട്ടി വളർത്തുവാനും അല്ലിത്. വിശ്വാസി ആയാൽ അവനിതും അനിവാര്യമാ, അതുകൊണ്ട് ഭൗതിക ലക്ഷ്യമല്ല ആത്മീയമാ. നാടോട് കൂറില്ലാതെ വന്നാൽ നന്മകൾ കൈവിട്ട് പകരം വന്നിടും പല തിന്മകൾ. ഓരോ മനുഷ്യ പ്രകൃതിയിൽ കാണുന്നത് ഓരോരോ മണ്ണിനുള്ള ഗുണവും തന്നത്. സൃഷ്ടിച്ചതേത് സ്ഥലത്തു നിന്നാണോ അത് മാതാവ് എന്നാണേവനും കരുതേണ്ടത്. മാതാവിനോട് മുഹബ്ബത്താർക്കും ഉള്ളതാ, അതുപോലെ ജന്മസ്ഥലത്തിനോടും വേണ്ടതാ. ചൂടേറ്റ് പാലും ഊറി മുലയിൽ നിന്ന് കുടിച്ചിട്ട് കൊണ്ടാ കുട്ടികൾ വളരുന്നു. അതുപോലെ വെള്ളം വായു ഇവകൾ മൂലം വളരുന്നു കുല്ലു മനുഷ്യനും പല കാലം. സ്വരാജ്യ സ്നേഹം ഇല്ല എന്നാൽ നാടുകൾ നശിക്കേണ്ടതായി വരുമെന്ന് തന്ന കൗലുകൾ. ഉമർ ഇബ്നു ഖത്താബുണ്ടതിൽ മുൻപന്തിയിൽ. ഇത് റൗദുൽ അഖ്യാർ നോക്കിയാൽ കാണാമതിൽ. അതുകൊണ്ട് തന്നെ നോക്കി കുന്നും കുഴിയും മണിമേട കൊണ്ട് നിരന്നു തുറസായി വഴികളും. മാറാത്ത രോഗത്തിന് പോലും നിരവധി സ്വരാജ്യ വെള്ളം വായുവെന്ന പ്രതിവിധി. നാടോട് കൂറില്ലാത്തവൻ പെറ്റുമ്മയെ വെറുക്കുന്നതാണവനില്ല തെല്ലും നന്ദിയെ. ഒരു പുതിയ കൊട്ടാരം മുആവിയ സിറിയയിൽ പണി തീർത്തു മൈസൂൻ ഭാര്യ താമസിക്കാനതിൽ. പൊന്നിൻ്റെ പാത്രം എത്രയോ അതിലുണ്ട്, കൂടാതെ വെള്ളിയിലുള്ളതും പലതുണ്ട്. പട്ടിൻ്റെ ഇനത്തിൽ തൻ്റെ സൈസുകൾ അനവധി, സൗന്ദര്യദാസികളുണ്ട് ചുറ്റും നിരവധി. ആഭരണമുണ്ടണിയാൻ അതുല്യം തന്നത്, റയ്ഹാന്റെ മാരുതനാ ശ്വസിക്കാനുള്ളത്. പാറുന്നു പറവകൾ പാട്ടുപാടി തോട്ടമിൽ, അത് കേട്ട് കർണപുടങ്ങളും സംതൃപ്തിയിൽ.